അറിയാലോ, ഞാൻ കഴിഞ്ഞ മാസം 26-ാം തീയതി കുവൈറ്റിൽ പോയതാണ്. അവിടെ ഒരു പ്രഭാഷണം, അൽഹംദുലില്ലാ, ഞാനവിടെ KMCC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞായറാഴ്ച വെളുപ്പിന് വരാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ശനിയാഴ്ച യുദ്ധം തുടങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്കറിയാം അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന്. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതിനപ്പുറം ചില സത്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അല്ലാഹു ലോകത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ, എനിക്കൊരു ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു ഈ 11 ദിവസം. 10 ദിവസത്തോളം എനിക്ക് പഠിക്കാൻ റെസ്റ്റില്ലാതെ നടന്നിരുന്ന എനിക്ക് 10 ദിവസം നല്ല റെസ്റ്റ് കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ പ്രവാസികൾ ആരാണെന്ന്. ഇനി ഞാൻ അവരെ കുറിച്ചൊന്നും പറയൂല. പ്രവാസികളെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു, അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കാൻ. എത്ര പറഞ്ഞാലും നമ്മൾ ഈ സഹോദരിമാരൊക്കെ പഠിക്കണം ഭർത്താക്കന്മാരെ കുറിച്ച്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാസ ജീവിതം എന്താണെന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ കാസർഗോഡിന്റെ പരിസരത്തുള്ള എൻ്റെ സഹോദരിമാരൊക്കെ അള്ളാനെ തലകുത്തി കിടന്ന് സുജൂദ് നന്ദി രേഖപ്പെടുത്തിയനെ. ആ പാവപ്പെട്ടവരുടെ ജീവിതം എന്താണെന്ന് അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ, കാസർഗോഡുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ റമദാനിന്റെ 1 മുതൽ 10 വരെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് നടക്കുക, ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഫ്രീ ഉണ്ടെങ്കിൽ അവിടെ ഓടും. പുറത്തിറങ്ങി ഇഫ്താറും സംഗമങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ടവന്റെ സങ്കടം എനിക്കൊന്നേ എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിന്റെ രക്തം വിയർപ്പാക്കി ആ പാവപ്പെട്ടവന്റെ രക്തത്തിൽ, ആ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന ആ ഓരോ രൂപയും അതിന്റെ വില നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയില്ല. അവരുടെ ജീവിതം, അവരുടെ ആയുസ് 40 കൊല്ലം 45 കൊല്ലം. ഞാൻ ഈ അടുത്ത് നോമ്പ് തുറക്കാൻ എടുത്തു പോകുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു 45 വർഷം. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് സങ്കടം തോന്നി. 45 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആ മനുഷ്യനെ ഓർത്തപ്പോ വലിയ സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ ചുമലിൽ കൈയിട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര കാക്ക, നല്ലതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, 45 വർഷം നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതല്ല ആയുസ്. നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ നടക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹത്തിന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ, അതുപോലെ തന്നെ അൽഹംദുലില്ലാ, ഏത് സംഘടനാ പ്രവർത്തനമാകട്ടെ, ഏത് കാരുണ്യ പ്രവർത്തനമാകട്ടെ, പള്ളിയാകട്ടെ, മദ്രസകളാകട്ടെ, യതീംഖാനകളാകട്ടെ, പാവങ്ങളാകട്ടെ, നാട്ടിലെ ഏത് കാര്യമാകട്ടെ, എന്തിനു ചോദിക്കുമ്പോഴും